എൻ്റെ തെറ്റ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഫ്ലാഗ് പഠിക്കാനുള്ള ആദ്യത്തെ 2-3 ആഴ്ച ഞാൻ ഒരു വീഡിയോയും കണ്ടില്ല, ഒന്നും തിരക്കിയില്ല, എന്ന് വെച്ചാൽ ഒന്നും റിസർച്ച് ഒന്നും ചെയ്തില്ല. അപ്പോൾ വെറുതെ ഞാൻ തോന്നിയ ചെയ്യുമായിരുന്നു, അതുകൊണ്ട് പ്രോഗ്രസ് കൊടുക്കുക സ്ലോ ആയിരുന്നു. വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോക്കകത്ത് മോനെ എന്ത് പറയാനാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി തൊട്ട് എഡിറ്റിങ്ങിന്റെ തലവേനയാണ് എനിക്ക്. 2 പേരുണ്ടായിരുന്നു എഡിറ്റ് ചെയ്ത് തരുമെന്ന് പറഞ്ഞാൽ. പിന്നെ വേറൊരാളുടെ സംസാരിച്ചുകൊണ്ടിരിക്കുക പൈസയ്ക്ക് വേണ്ടി, കൂടുതൽ പൈസ ആയതുകൊണ്ട്. ആ 2 പേരിൽ നിന്ന് ഒരാൾ എനിക്ക് അവൻ അയച്ചു തന്ന് വീഡിയോ പോരാ, അതും പോരാ. ഇനി ഒരു എഡിറ്ററെ ബാക്കിയുള്ളൂ. അവൻ എന്തായാലും പറഞ്ഞ് ഇന്ന് രാത്രിയിലത്തേക്ക് തരാമെന്ന്. അവനെ മാത്രമേ ഇനി പ്രതീക്ഷ. അത് പക്ഷേ അവൻ നല്ലതാണെങ്കിൽ പിന്നെ അവൻ്റെ തന്നെ മലയാളം കൊടുക്കേണ്ടി വരും. അത് ഹിന്ദി മാത്രം എഡിറ്റ് ചെയ്ത് തരത്തുള്ളൂ. മറ്റേ ഹിന്ദി ഞാൻ പറഞ്ഞത്, ബാക്കിയുള്ളവരുടെയൊക്കെ ഒന്നും ആയില്ലേ. ഇന്നലെ തൊട്ട് ഈ പരിപാടി മൈൻഡ് ഫ്രഷ് ആകണേ. സമയത്ത് ആഹാരം പോലും കഴിച്ചിട്ടില്ലേ. ഏതെന്നെങ്കിൽ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പോവാം. പക്ഷേ ഗോഗിൾസ് ഇല്ലല്ലോ. ഗോഗിൾസ് കുഴപ്പമില്ല, കണ്ണെരിയും. കുഴപ്പമില്ല, നമുക്ക് പോവാം. ഫുൾ സ്വിമ്മിംഗ് പൂൾ ഫ്രീ ആയിരിക്കും ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ. ആദ്യം വല്ല കഴിക്കട്ടെ, ഒന്നും കഴിച്ചിട്ടില്ലേ രാവിലെ ഇട്ട്. ഇന്നലെ തൊട്ട് ഈ പരിപാടിയാണ്. ഒരു എഡിറ്റ് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തലവേനയില്ല. അവൻ തന്നെ കൊടുത്തിരിക്കുക. തപ്പാ കിട്ടും. ഞാൻ വല്ല മുട്ട കിട്ടുമോ നോക്കിയിട്ട് വരട്ടെ. എനിക്ക് വിശക്കുന്നു. ഓൾറെഡി ഇറച്ചി കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനി ഒന്ന് പാത്രത്തിലിട്ട് വഴറ്റി തരണം. അതിന് അമ്മ വരട്ടെന്നും പറഞ്ഞിരിക്കും. അല്ലെങ്കിൽ എനിക്കാണെങ്കിലും ചെയ്യാം. പാത്രമൊക്കെ കഴിയേണ്ടി വരും. അതുകൊണ്ട് എന്തായാലും ഞാൻ മുട്ട ഉണ്ടാകാൻ നോക്കിയിട്ട് വെക്കുന്നു. മുട്ടയൊന്നും ഇപ്പോഴും ഇല്ല. ഞാൻ 2 ബട്ടർ മേടിച്ചു. ഈ ബട്ടർ കൊണ്ട് ജീവിതം പോകുമെന്ന് തോന്നുന്നു. എൻ്റെ ഈ ഡയറ്റിന് പറ്റിയ സമയമായിരുന്നു. ഒരു കോപ്പും ഇല്ലതാനും ഞാൻ പട്ടിണി മിക്ക സമയത്ത് പോകുന്നത്. പിന്നെ ലേറ്റ് ആയിട്ട് രാത്രി ഇരുന്ന് ഫുള്ള് കഴിച്ചു തീർക്കണം. ഒരു വീഡിയോ എടാ എങ്ങോട്ട് പോകുന്നു? ചേട്ടൻ പറയാൻ എൻ്റെ വീഡിയോ ചേട്ടന് നല്ല ഇഷ്ടമാണെന്ന്. വയ്യ 100 രൂപയ്ക്ക് കറക്റ്റാണെന്ന് തോന്നുന്നു. പെട്ടെന്നായിരുന്നല്ലേ 12 ബോട്ടിൽ വെള്ളമായിട്ട് വീട്ടിൽ പോകാൻ. 1 ലിറ്ററിൻ്റെ ബോട്ടിലല്ലേ ആണെന്ന് തോന്നുന്നു. ഇന്നലെ ഹായ് എടാ, അത് കൈ ഇരിക്കുവാടാ, കുറച്ച് വെയിറ്റ് കൂടില്ല. പേരെന്തുവാ? ഗോകുല്. താങ്ക് യു. ഒരു കൈക്ക് കൊടുക്കത്തെ വെയിറ്റാണ്. ഞാൻ വീട്ടിൽ കൊണ്ടുവിട്ടത്. കൊടുക്കത്തെ വെയിറ്റ് ആയിരുന്നു. കൈവേന എടുത്ത് അവിടെ നിന്ന് കുറച്ച് നടക്കണമായിരുന്നു അവിടെ ഇവിടം വരെ. അതിനെക്കാട്ടി വിറ്റ് ഫോൺ വെച്ചിട്ട് എൻ്റെ നിക്കർ ഊരി പോകുമായിരുന്നു. പിന്നെ ബട്ടർ എൻ്റെ പോക്കറ്റിനകത്തുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഞാൻ സ്വിമ്മിങ്ങിന് പോകുന്ന സമയത്താണല്ലോ അമ്മ കയറി വരുന്നത്. ആഹാരമൊക്കെ ആരുണ്ടാക്കി തരും എനിക്ക്? വേവിച്ച് വെച്ച് നമ്മൾ ആവിയേറ്റ് വെച്ചിട്ടുണ്ട്. അത് കറിയാക്കണം. കറിയാക്കാൻ പറ്റത്തില്ല. ഇനി എന്തായാലും ഞാൻ പോട്ടെ സ്വിമ്മിങ്ങിന്. അല്ല ഇപ്പൊ കഴിച്ചിട്ട് പോയിക്കാൻ ഞാൻ അവിടെ സ്വിമ്മിംഗ് പൂളിൽ കക്കി വെക്കും. അവിടെ വെള്ളം മേടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. 100 രൂപ. അറിയത്തില്ല, ആരോ ഒരാളെ വഴി വെച്ച് പറഞ്ഞത്. പൂള് കാലിയിട്ട് കിടക്കുവാണ്. എനിക്കൊന്നും ചിന്തിക്കേണ്ട. എൻ്റെ തലയ്ക്കകത്ത് ഇപ്പോൾ എഡിറ്റിങ്ങിൻ്റെ കാര്യമുണ്ട്. ഇല്ല, എന്തെങ്കിലും ആട്ടെ. ഞാൻ ഇന്നെന്തായാലും ഒന്നും നോക്കാതെ വെറുതെ വെള്ളത്തിരിക്കാൻ കുറച്ച് നേരത്തെ. എൻ്റെ മുടി ഒടുക്കത്തെ വലുതായിട്ട് ഇത് നേരെ ഇരിക്കുന്ന പോലും ഇല്ല. ചെറുതായിട്ട് മുടി വെട്ടണം ഇത് കഴിഞ്ഞിട്ട്. ഞാൻ വലുതായിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇനി ഇടക്ക് വെച്ച് എപ്പോഴും ഇങ്ങനെ വലുതായി കഴിഞ്ഞാൽ ഇടക്ക് വെച്ച് ഇട്ടിട്ട് പോകുന്നത്. കുറച്ച് നോർത്ത് ഇന്ത്യൻ ആൾക്കാരുണ്ടല്ലോ ആറ്റത്ത്. കൊള്ളാമല്ലോ മോനെ. എൻ്റെ മൂക്കിനകത്ത് ഇപ്പോഴും വെള്ളം പോകുന്നുണ്ട്. അതെല്ലാം കുഴപ്പമില്ല. എൻ്റെ സ്വിമ്മിങ് എക്യുപ്മെൻറ്റ്സ് എല്ലാം പോയി. മൂക്കിലെ പ്ലഗും പോയി. എൻ്റെ ഗോഗിൾസും പൊട്ടി. അപ്പോൾ ഒന്നും ഇല്ല ഇപ്പോൾ കാലം. ഒരു സ്ഥലത്ത് ഫ്ലോട്ട് ചെയ്യുന്ന എനിക്ക് കുറച്ച് പാടാം. ഫ്ലോട്ട് ചെയ്യാം, പക്ഷെ എപ്പോഴും തലപൊക്കെ തിരിക്കത്തില്ല. ഇടക്കിടക്ക് പൊക്കിപ്പോവും. ഇന്നും ഞാൻ നേരത്തെ എഴുന്നേറ്റോണ്ടാണെന്ന് തോന്നുന്നത് എൻ്റെ കണ്ണിപ്പോഴും കറുത്തിരിക്കുന്നു. എന്നാലും പോകുന്ന വഴി ചിലപ്പോൾ ഞാൻ മുടി വെട്ടും. യു ഗൈസ് ഓൺലി ടെൽ മീ ഹൗ ഇസ് ഇറ്റ്. ഞാനൊന്നും പറയാൻ പോകുന്നില്ല, നിങ്ങൾ തന്നെ പറ. ഞാനൊന്നും മിണ്ടുന്നില്ല. എന്തായാലും ഇപ്പോൾ കുറച്ച് ആഹാരം കഴിച്ചിട്ട് എനിക്ക് വ്ലോഗ് എഡിറ്റ് ചെയ്യണം. അത് എഡിറ്റ് ചെയ്തിട്ട് പിന്നെ കാണാം കേട്ടാ. നിങ്ങൾ തന്നെ പറ, കമൻസിൽ പറ എങ്ങനെ ഉണ്ടെന്ന്. വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകായിരുന്നു, കറണ്ട് പോയി. ഇതൊക്കെ എന്ത്, ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ. ഇന്ന് എനിക്ക് ജിമ്മിൽ പോകാൻ ചെറിയൊരു മടി. എന്ന് വെച്ചാൽ ഞാൻ വ്ലോഗ് എഡിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ കിടന്ന് ഉറങ്ങിപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ. ഇതെല്ലാം രാവിലെ എഴുന്നേൽക്കുന്നതുകൊണ്ട്, ഞാൻ രാവിലെ നിർബന്ധിച്ച് എഴുന്നേൽക്കുന്നതുകൊണ്ട് എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ ഉറക്കം ചെയ്യാൻ പറ്റാതെ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ മറ്റേ ഐഫോൺ വെള്ളത്തിലോട്ട് കൊണ്ടുവരില്ലേ, അപ്പോൾ ചെറുതായിട്ട് വെള്ളം ചാർജിങ് പോർട്ടിലോട്ട് കയറി. അപ്പോൾ ചാർജ് ആകുന്നില്ല, പിന്നെ വയറ് കണക്ട് ചെയ്യാനും പറ്റത്തില്ല. അത് പറയുന്നത് എന്തുവാണ്, അത് ഉണങ്ങുന്ന വരെ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഉണങ്ങാൻ വേണ്ടി കുറേ മണിക്കൂർ എടുത്ത് അങ്ങനെ എനിക്ക് ഫയലൊന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ആയിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആരാ നോക്കി കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ? കമൻസിൽ പറയും. ശരി. എനിക്ക് വന്ന് കുറച്ച് പേരുള്ളൂ ജിമ്മിനകത്ത്. ഒട്ടും തിരക്കിലുണ്ട്.
ഇന്നെന്ത് പറ്റി? ഇത് ഡേ 28 ഓഫ് നോ കാർബ്സ് നോ ഷുഗർ നോ വെജിറ്റബിൾ നാച്ചുറൽ ബോഡി ട്രാൻസ്മിഷന്റെ വീഡിയോ ആണ്. ഈ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് 30 ദിവസത്തേക്കായിരുന്നു. എങ്ങനെ പോകുന്ന ഒരു ഐഡിയ ഇല്ല സ്റ്റാർട്ട് ചെയ്ത ചാലഞ്ചാണ്. ഇപ്പോൾ ഒരു 2 ദിവസമേ ബാക്കിയുള്ളൂ. ഇവിടെ ഞാൻ പൊക്കുന്ന 110 കിലോയുടെ ഇൻക്ലൈൻ ബെഞ്ച് പ്രസ് ആണ്. 8 റെപ്പിന് 3 സെറ്റ്. ആശാൻ വെറുതെ കൈവെക്കുന്നത് ഞാൻ പറഞ്ഞ പോലും ഇല്ല. എന്റെ ഫ്ലാഗിന് പ്രോഗ്രസ് ഡെയിലി കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ലെഫ്റ്റ് സൈഡിൽ വലുതായിട്ട് എനിക്ക് പൊങ്ങുന്നില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് ഓൾമോസ്റ്റ് പാരൽ പൊങ്ങി തുടങ്ങി. എന്റെ തേർഡ് എക്സസൈസ് ട്രാപ്സിന് വേണ്ടിയായിരുന്നു. ഇതാണ് ഏറ്റവും ഹെവിയസ്റ്റ് ഡംബൽ അവിടെ ഉള്ളത്, 30 കിലോ. എനിക്ക് വലുതായിട്ട് ട്രാപ്സ് ഫീൽ ആയില്ല. അപ്പൊ ഞാൻ കുറച്ചുകൂടി മുമ്പിലോട്ട് ലീൻ ആയിട്ട് പിന്നെയും സെയിം വെയിറ്റ് വെച്ച് കളിച്ചു നോക്കി. അതിന് പിന്നെയും കുറച്ചുകൂടി നല്ല ഫീൽ ഉണ്ട്. കുറച്ചുകൂടി വെയിറ്റ് കൂടി കിട്ടിയാൽ എനിക്ക് സന്തോഷമായേനെ. പക്ഷെ എന്ത് ചെയ്യാനാ, ഇപ്പൊ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പൊ അറിയായിരിക്കും ഞാൻ ട്രൈസെപ്പ് എക്സ്റ്റൻഷൻ ഒക്കെ വിട്ട് ഇപ്പൊ സ്കൾ ക്രഷർ അടിക്കാറുള്ളത്. ഇതിന് നല്ല എനിക്ക് ട്രൈസെപ്സിന് ഫീൽ ആവും. ഗ്രോത്ത് ഉണ്ടാകുന്ന എനിക്ക് കുറച്ച് നാൾ എടുക്കും, എന്നാലേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ ചെയ്ത സീറ്റഡ് ബൈസെപ്പ് കേൾസ് ആയിരുന്നു 20 കിലോയുടെ. അത് 2 സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അവസാന സെറ്റ് കുറച്ചുകൂടി വെയിറ്റ് കൂട്ടി 25 കിലോ വെച്ച് എത്ര ചെയ്യാൻ പറ്റും അത്രയും ചെയ്ത്. ഇനിയും വേണം പിടിച്ച് ചെയ്യാം. പക്ഷെ ചില സമയത്ത് ഞാൻ എനിക്ക് മടിയാണെന്ന്, അപ്പൊ ഇടയ്ക്ക് വെച്ച് നിർത്തും. എന്തായാലും ഫ്ലാഗ് ഒന്നുകൂടി നിങ്ങൾ കണ്ടിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ അവസാനം പോകുന്ന വഴി ഒന്നുകൂടി ചെയ്തായിരുന്നു. ഇനിയും പ്രോഗ്രസ് ചെയ്യാനുണ്ട്, പക്ഷേ കുഴപ്പമില്ലല്ലേ. അപ്പോൾ ഗൈസ് എന്തായാലും 30 ദിവസം ആകുമ്പോൾ ഞാൻ പറയാം മുമ്പിലോട്ടുള്ള പ്ലാൻ ഇനി എന്തുവാണെന്ന്. കുറച്ച് ദിവസങ്ങളായിട്ട് ഐ ആം മേക്കിംഗ് ഇൻസെയിൻ പ്രോഗ്രസ് ഓൺ മൈ ഫ്ലാഗ്. നിങ്ങൾ എൻ്റെ വീഡിയോക്കകത്ത് ഇപ്പോൾ കണ്ടു കാണുമല്ലോ. എനിക്ക് വയ്യ. കുറച്ച് ദിവസങ്ങളായിട്ടാണ്. പെട്ടെന്ന് എനിക്കിപ്പം ഞാൻ അത് ഹാങ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് പ്രോഗ്രസ് കൂടി തുടങ്ങി. എൻ്റെ തെറ്റ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഫ്ലാഗ് പഠിക്കാനുള്ള ആദ്യത്തെ 2-3 ആഴ്ച ഞാൻ ഒരു വീഡിയോ കണ്ടില്ല, ഒന്നും തിരക്കിയില്ല, എന്ന് വെച്ചാൽ ഒന്നും റിസർച്ച് ഒന്നും ചെയ്തില്ല. അപ്പോൾ വെറുതെ ഞാൻ തോന്നിയത് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് പ്രോഗ്രസ് കൊടുക്കുക സ്ലോ ആയിരുന്നു. ഞാൻ 3-4 ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ട് അതിനകത്തു നിന്നുള്ള ടെക്നീക്സ് പിന്നെ ഞാൻ എൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് എത്ര പെട്ടെന്ന് പ്രോഗ്രസ് ഇടുന്നറിയാം. പെട്ടെന്ന് ശരീരം എനിക്ക് ആ കാലത്തോട്ട് പൊക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഫൈനലി 4ാമത്തെ എഡിറ്ററും എനിക്ക് അവൻ്റെ വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. വീഡിയോ ബാക്കിയുള്ളവരെ വെച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നല്ലതാണ്. കുറച്ചുകൂടി ഞാൻ മാറ്റാൻ അവനെ പറഞ്ഞിട്ടുണ്ട്. അവൻ അതും കൂടി മാറ്റി കഴിഞ്ഞാൽ അപ്ലോഡിന് പറ്റിയൊരു വീഡിയോ ആകും. എനിക്ക് കുറച്ചുകൂടി എൻ്റെ എക്സ്പെക്ടേഷൻസ് ഹൈ ആണ്. അപ്പോൾ അതിന് അത്രയ്ക്ക് റേറ്റ് ഉള്ള എഡിറ്റേഴ്സ് വേണ്ടി വരും. എന്നാലും ഇവൻ ചെയ്തിരിക്കുന്നത് എനിക്ക് തൃപ്തിയുണ്ട്. ബാക്കിയുള്ള ഇത്രയും കുളമാക്കിയ സ്ഥിതിക്ക് ഇത് കൊള്ളാം. ഇത് അപ്ലോഡ് ചെയ്യാൻ കൊള്ളാം. ഇനിയും ഞാൻ ഈ വീഡിയോ വെച്ച് താമസിച്ച് കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമാണ്. ഇത്രയും പൈസ മുടക്കിയതും ഇത്രയും ഡിലേ ആയി കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമാണ്. ഒരു യൂട്യൂബർ എന്ന് പറയുമ്പോൾ ഡെയിലി അവന് വീഡിയോ ഇടാതിരിക്കുമ്പോൾ അവൻ നഷ്ടമാണ്. പൈസ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അത് തന്നെ എൻ്റെ സ്ഥിതി. അത് ഞാൻ പൈസ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു യൂട്യൂബർ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ ഇട്ടില്ലെങ്കിൽ നഷ്ടം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഞാൻ നാളത്തേക്ക് എന്തായാലും അപ്ലോഡ് ചെയ്യും. ഇത് ഇപ്പോൾ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ പറ്റത്തില്ല. ഇത്ര ദിവസമായി 12 ദിവസം കണ്ടായി. ഇത്രയും ദിവസം എടുക്കാനായിരുന്നെങ്കിൽ പിന്നെ ഞാൻ വേറെ വല്ല വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നല്ലത്. എന്നുവെച്ചാൽ 1-2 വീഡിയോ ഒക്കെ പോകണ്ടേ ഇത്രയും സമയം കൊണ്ട്. 12 ദിവസമായിട്ട് ഒരു വീഡിയോ പോലും ഇറങ്ങിയിട്ടില്ലെന്ന് പറയുന്നത്. അവൻ എന്തായാലും നാളത്തേക്ക് തരുമെന്ന് പറഞ്ഞ് ഹോപ്പ്ഫുള്ളി എല്ലാം നല്ലതായിട്ട് പോയാൽ നാളെ അപ്ലോഡ് ആവും. എൻ്റെ ഈ തലവേന ഒഴിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിട്ട് വർക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എൻ്റെ മുടി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. മുടി എനിക്ക് സാറിന് ഇഷ്ടമായിരുന്ന വലിയ മുടി. അത് നനഞ്ഞിരിക്കുമ്പോൾ കറക്റ്റാണ്. ജിമ്മിലുള്ള സമയത്ത് ജിമ്മിലുള്ള ആൾക്കാർ പറയും അത് വലുതാണ്, മറ്റേതാണ്, ഡ്രൈ ആയിട്ടിരിക്കുവാണ്, ബോഡി ചെറുതായിട്ട് കാണും, അങ്ങനെയാണ്. അപ്പോൾ ഞാനും വിചാരിച്ചു ചിലപ്പോൾ കട്ട് ചെയ്തേക്കും. പക്ഷേ ആ സമയത്ത് മുടി ഡ്രൈ ആയിട്ടിരിക്കുന്നത് ആ ജിമ്മിൻ്റെ സമയമാണ്. ഞാൻ കുളിച്ചിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ല പ്രോപ്പറായിട്ട് കേളി ആയിട്ടിരിക്കുന്നത് എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. എന്തായാലും ഇത് കൊള്ളാമെന്ന് പറ. I hope you guys have wonderful episode. I'll see you guys next time. Till then, take care. Peace.